ഹലോ, ഇന്ന് ഈ ഒരു മെറ്റീരിയലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ജെൻസിന് കുർത്ത ചെയ്യാനുള്ളൊരു മെറ്റീരിയലാണ്. കുർത്തയുടെ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഇതിൽ ഫുൾ ഡിസൈൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടി അയൺ ചെയ്യുമ്പോൾ മായുന്ന റെഡ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അരി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ മെയിനായിട്ട് ഈ ടൈപ്പ് നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡിൽ നമ്പർ 0.5ഉം എല്ലാ വർക്കിനും ഞാൻ ഈ സെയിം നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ത്രെഡൊന്നും ചുറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ഈ ഒരു വർക്കിന് വേണ്ടി മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു മൈക്രോ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലീഫിനും സ്റ്റെമ്മിനും ഫുള്ളായിട്ട് ഈ സെയിം കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൈക്രോ കട്ട് ബീഡ്സ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റെമ്മ് ഫുള്ളായിട്ട് സെയിം ഈ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് പുറത്തുനിന്ന് വന്നൊരു വർക്കായിരുന്നു. അവിടെ ഇതുപോലത്തെ ജെൻസിൻ്റെയൊക്കെ ഡ്രസ്സാണ് മെയിനായിട്ട് ചെയ്യാറ്. ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂമിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സ്റ്റെമ്മ് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന് മുകളിലുള്ള ആ ഒരു ഫ്ലവർ പോലത്തെ പോർഷൻ ജെറി ത്രെഡ് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ആ ഒരു ഇന്നർ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു മെറൂൺ കളറിലെ ഒരു സീക്വൻസ് ആണ്. അത് വെച്ച് സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് ഈ ഒരു മെറൂൺ റെഡ് കോമ്പിനേഷനിൽ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അറ്റത്തായിട്ട് ഷുഗർ ബീഡും കൂടി ഇട്ടിട്ടാണ് എൻഡിനോട്ട് ഇടുന്നത്. അതിനുശേഷം ഗോൾഡൻ കളറിലെ സീക്വൻസ് ആണ് ചെയ്യുന്നത്. ഈ സെയിം ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഗോൾഡൻ കളർ സീക്വൻസ് വെച്ചിട്ടും ഒരു ഫ്ലവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സീക്വൻസ് വെച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മെറൂൺ സീക്വൻസ് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഈ സെയിം ഇതുപോലെ തന്നെ ചെയ്ത് വരും. എന്നാലേ ആ രണ്ട് പോർഷനും ഈക്വലായിട്ട് വന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ഒരുപോലെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലും ഇതുപോലെ സെയിം തന്നെ ആ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ടിട്ട് ഒന്ന് എൻഡിനോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സെയിം അതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഇതാ ഇതുപോലെ ആ ഒരു സെൻറ്റർ പോർഷൻ കണ്ടില്ലേ, അവിടെ ആകുമ്പം ആ ഒരു ഗ്യാപ്പിൽ വീണ്ടും ഗോൾഡൻ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവർ ഫുള്ള് കംപ്ലീറ്റ് ആകും. ഇതുപോലെയാണ് അതിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ലീഫ് പോർഷന് ആ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് ചുറ്റും ജെറി ത്രെഡ് വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ വർക്കും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ഫ്ലവർ പോലൊരു സംഭവം കൂടെ അതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് DM ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.